നമസ്കാരം കേരള. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായിരുന്നു. യദുവിനെ സപ്പോർട്ട് ചെയ്യുകയും ആര്യയെ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിലുള്ള വാഗ്വാദങ്ങളിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനായിരുന്നു കേരള ജനതയുടെ ശ്രമം. പക്ഷേ ഒന്നുണ്ട്, ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ എന്ത് പരിഗണനയാണ് മേയർ ആര്യയ്ക്ക് ലഭിച്ചത്? മേയറുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിന് താഴെ നിറയുന്ന അശ്ലീല കമന്റുകളാകും ചിലപ്പോൾ പ്രതികരിച്ചു എന്നതിന് കിട്ടിയ പാരിതോഷികം. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന് പറയുമ്പോൾ അത് ചെയ്തവനെ ആഘോഷിക്കുകയും അനുഭവിച്ച സ്ത്രീയെ പൊങ്കാലയിടുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. വിഷയത്തിൽ മറ്റു കാര്യങ്ങൾ ബാക്കി നിർത്തിയാൽ നമ്മൾ ഇത് പരിഗണിക്കേണ്ട വിഷയം തന്നെയല്ലേ? എന്നാൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ യദുവിന്റെ പരാതിയിലാണ് എന്നതും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ വിഷയത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഡ്രൈവർ യദുവിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആർ റോയ് രംഗത്ത് വന്നിരിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപ് ഇതേ ഡ്രൈവറിൽ നിന്നും തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് റോഷ്ന പറയുന്നത്. പ്രവൃത്തി പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെച്ച് അപകടകരമാം വിധം തന്റെ വാഹനത്തെ മറികടക്കുന്ന ഇയാൾ പിന്നീട് ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തുവെന്ന് റോഷ്ന പറയുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നത്. വയനാടാണ് എന്റെ സ്വദേശം. എന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്ത് സഹോദരൻ ജോസഫിനൊപ്പം എറണാകുളത്തേക്ക് വരികയായിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പലയിടങ്ങളിൽ വാഹനം വേഗത കുറച്ച് മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. കുന്നംകുളത്തിനടുത്തെത്തിയപ്പോഴാണ് ഒരു കെഎസ്ആർടിസി ബസ് പിന്നാലെ വന്ന് തുടരെ ഹോൺ അടിക്കാൻ ആരംഭിച്ചത്. റോഡിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കാർ ഒതുക്കി ബസ്സിനെ കടത്തിവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. തുടരെ ഹോൺ അടിക്കുകയും അപകടകരമാം വിധം മറികടക്കാനും കെഎസ്ആർടിസി ഡ്രൈവർ ശ്രമിച്ചു. ബസ് കാറിൽ തട്ടുമോ എന്നെനിക്ക് സത്യത്തിൽ ഭയമായി. കാർ ഒതുക്കാനുള്ള കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ മെല്ലെ റോഡരികിലേക്ക് ചേർത്ത് നിർത്തി. കാറിനെ തൊട്ടില്ല എന്ന രീതിയിൽ ബസ് കടന്നു പോവുകയും ചെയ്തു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പോലും കാറിൽ തട്ടിയോ എന്ന് തല വെളിയിലേക്കിട്ട് നോക്കുകയുണ്ടായി. ഞാൻ യാത്ര തുടർന്ന് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അതേ ബസ് തന്നെ എന്റെ മുന്നിൽ വീണ്ടും എത്തി. 1-2 വട്ടം ഞാൻ അയാൾ ചെയ്തതുപോലെ പിറകിൽ നിന്ന് ഹോൺ മുഴക്കി. പിന്നീട് നടു റോട്ടിൽ ബസ് നിർത്തിവെച്ച് ഡ്രൈവർ യദു എന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. കാറിനടുത്ത് വന്ന അശ്ലീലവും ലൈംഗിക ചുവയും കലർന്ന ഭാഷയിൽ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്തു. അത്രമാത്രം ഭീകരമായ ഒരു പ്രതികരണം ഞാൻ അയാളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. അതിനാൽ മറുത്തൊന്നും പറയാൻ എനിക്ക് സാധിച്ചുമില്ല. ഞാനും സഹോദരനും ശരിക്കും ഭയന്നുപോയി. കുറച്ചു നേരം തെറി വിളിച്ചൊരു ഗ്യാങ്സ്റ്റർ നായകനെ പോലെ അയാൾ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയി. ഞാൻ അപ്പോൾ തന്നെ ആ ബസിന്റെ ഫോട്ടോ എടുത്തു. ഈ സംഭവം എനിക്ക് മാനസികമായി വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഒരല്പം ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ഞാൻ റോഡരികിൽ കണ്ടു. അവരോട് ഞാൻ സംഭവം വിശദീകരിച്ചു. സമാന സമയത്ത് ബസ് അതുവഴി കടന്നു വന്നു. ഞാൻ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് കണ്ട ഡ്രൈവർ വീണ്ടും ബസ് നിർത്തി അവിടേക്ക് ഇറങ്ങി വന്ന് വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. പരാതിയുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എഴുതി കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അത്യാവശ്യമായി എറണാകുളത്തേക്ക് എത്തേണ്ടതിനാൽ പരാതിപ്പെടുന്നില്ലെന്ന ഡ്രൈവർ യദുവിന് ഒരു താക്കീത് നൽകിയാൽ മതിയെന്നും അന്ന് ഞാൻ അവരോട് പറയുകയാണ്. എന്നാൽ പുരോഗമനം വന്ന ഈ കേരളത്തിൽ യദുവിന്റെ നിഷ്കളങ്കതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഇവിടെയുള്ളത്. നിരവധി സംഭവങ്ങൾ, ഇത്തരം കേസുകൾ ഒക്കെ യദുവിനെതിരെ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയം നോക്കി സൈബർ അറ്റാക്കുകൾ നടത്തുന്നവർക്കിടയിൽ ഒരു പുതിയ കാര്യവും സംഭവിക്കാനില്ല എന്ന് തന്നെ നമുക്കിതിലൂടെ വിലയിരുത്താൻ സാധിക്കും.